നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ നസറിൽ കഴിഞ്ഞ മത്സരം കളിച്ചില്ല. അദ്ദേഹം ഒരു പ്രതിഷേധത്തിലാണ്. അദ്ദേഹം ആ കളി ബോയ്ക്കോട്ട് ചെയ്തതാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അതിൻ്റെ പുറകിലുള്ള കാരണങ്ങളും അറിയാം. സ്വാഭാവികമായിട്ടും ആ സമയത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ട്രാൻസ്ഫർ വാർത്തകൾ വരിക എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒന്നാണ്. പഴയ കഥകളൊക്കെ വീണ്ടും ഇങ്ങനെ വരും. CR7-ഉം ലിയണൽ മെസ്സിയും ഒരുമിച്ച് ഇന്റർ മയാമിയിൽ കളിക്കാനുള്ള സാധ്യത കൂടുന്നു എന്ന് ചിലർ പടച്ചു വിടുന്നു. CR7 MLS പോകാൻ നല്ല സാധ്യതയുണ്ട് വരുന്ന ജൂൺ മാസത്തിൽ എന്നത് ഒരല്പം വിശ്വസനീയമായിട്ടുള്ള സോഴ്സുകളിൽ നിന്നൊക്കെ വന്നതാണ്. എന്നാൽ പിന്നെയും വാർത്ത വരുന്നു, ക്രിസ്ത്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക്. 41 വയസ്സായി അദ്ദേഹത്തിന്. നാളെ 41 വയസ്സാവുകയാണ്. അപ്പോൾ ക്രിസ്ത്യാനോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് മടങ്ങിയെത്തും എന്ന തരത്തിലുള്ള വാർത്ത. വാർത്ത ഒന്ന് നമ്മൾ നോക്കിയിട്ട് ഇതുമായി ബന്ധപ്പെട്ട് യുണൈറ്റഡിൻ്റെ മുൻ താരം CR7-ൻ്റെ സഹതാരമൊക്കെ ആയിരുന്ന വെസ് ബ്രൗണിൻ്റെ പ്രതികരണം കൂടി ഒന്ന് നോക്കാം. ആ വാർത്ത ഇങ്ങനെയാണ്: ക്രിസ്ത്യാനോ റൊണാൾഡോ ഈസ് ഇൻ ടോക്സ് വിത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫോർ എ പോസിബിൾ റിട്ടേൺ ടു ഓൾഡ് ട്രാഫോർഡ്. എന്നിട്ട് ഈ കോണ്ടാക്ട്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. MUFC-യും അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് FC-യും CR7-ൻ്റെ അടുത്ത വൃത്തങ്ങളും തമ്മിലുള്ള കോണ്ടാക്ട്സ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. തൻ്റെ സാലറി വലിയ രൂപത്തിൽ കട്ട് ചെയ്യാൻ CR7 തയ്യാറാണ്. തൻ്റെ പഴയകാല ക്ലബിലേക്ക് മടങ്ങാൻ ക്ലബ്ബ് വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന് പ്രശ്നമുണ്ടായിരുന്ന എറിക് ടെൻ ഹാഗുമായിട്ട് മാത്രമാണ്, അല്ലാതെ ക്ലബ്ബുമായിട്ട് പ്രശ്നങ്ങളില്ല എന്ന് തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡും വിശ്വസിക്കുന്നു. എല്ലാം കൃത്യമായ രൂപത്തിലാണ് പോകുന്നതെങ്കിൽ റൊണാൾഡോ വിൽ ജോയിൻ MUFC അപ്പോൺ ലീവിങ് അൽ നസർ. അൽ നസർ വിട്ടാൽ ക്രിസ്ത്യാനോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചേരും. ഏതാണ് വാർത്ത? എങ്ങനെയുണ്ട്? മെസ്സിക്കൊപ്പം ഇന്റർ മയാമി കളിക്കാൻ പോവുകയാണെന്നുള്ള വാർത്തയുടെ അതേ ടോൺ തന്നെയാണ് ഇതിനുള്ളത്. പക്ഷേ ഇത്തരം ഒരു വിഷയത്തിൽ ഇപ്പോൾ വെസ് ബ്രൗൺ പ്രതികരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ വെറുതെ ഇവിടെ ഇങ്ങനെ വടച്ചു വിടുന്ന ഇങ്ങനെ കേൾക്കുന്നതല്ല. ആഗോളതലത്തിൽ തന്നെ ഇത്തരം വാർത്തകളും സൂചനകളും ഒക്കെ ഉണ്ട് എന്നർത്ഥം, റൂമറുകൾ. അപ്പം മറുപടി വെസ് ബ്രൗൺ പറയുന്നത്, തീർച്ചയായിട്ടും ക്രിസ്ത്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് മടങ്ങിയെത്തും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഐ കാൻ സീ ഹൗ ദാറ്റ് കുഡ് ഹാപ്പൻ. CR7 മടങ്ങിയെത്തും എന്നുള്ളത് എങ്ങനെ സംഭവിക്കും എനിക്കറിയില്ല. MLS മൂവ് നടക്കുമോ എന്ന് ചോദിച്ചാൽ മെയ്ബി അതിന് സാധ്യതയുണ്ട്. മെയ്ബി ഹീ ഗോസ് ബാക്ക് ടു പോർച്ചുഗൽ ആൻഡ് പ്ലേസ് ദെയർ. അതിനും സാധ്യതയുണ്ട്. പോർച്ചുഗലിലേക്ക് മടങ്ങിപ്പോയി അവിടെ കളിക്കാം, അല്ലെങ്കിൽ MLS പോകാം എന്നൊക്കെ അല്ലാതെ യുണൈറ്റഡിലേക്ക് പോകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എനിക്കിപ്പോഴും ഉറപ്പുണ്ട് അദ്ദേഹത്തിന് മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഇനിയും ഉണ്ട് എന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വേൾഡ് കപ്പ് കളിക്കണം. അതാണ് ഇപ്പോൾ CR7 ഉദ്ദേശിക്കുന്നുള്ളൂ. ദെൻ അതിനുശേഷം അദ്ദേഹം കളി തുടരുമോ ഇല്ലയോ അതൊക്കെ കണ്ടറിയണം. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഫിറ്റായിട്ട് വേൾഡ് കപ്പിന് എത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. സോ ഇറ്റ്സ് എ ഷോക്ക് ടു എവ്രി വൺ ടു സീ റൊണാൾഡോ ഓൺ സ്ട്രൈക്ക്, ബട്ട് ഐ ഓണസ്റ്റ്ലി തിങ്ക് ഇറ്റ് വിൽ ഗെറ്റ് റിസോൾട്ട്. CR7 ഒരു സമരമൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് അത് ശരിക്കും ഞെട്ടിക്കുന്ന ഒന്നാണ്. പക്ഷെ അധികം വൈകാതെ തന്നെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ കാര്യങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നറിയാൻ വേണ്ടി. ഒന്നുകൂടി വെസ് ബ്രൗൺ പറയുന്നുണ്ട്. പക്ഷെ മിക്കവരും പറയുന്നത് CR7 സൗദി തന്നെ തുടരും. ഈ വേൾഡ് കപ്പിൻ്റെ ഈ ഒരു സമയത്ത് വെച്ച് ഇനിയിപ്പോൾ ഒരു മാറ്റത്തിനുള്ള സാധ്യതയില്ല. ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അവിടെ തന്നെ തുടരുക, വേൾഡ് കപ്പ് വരെ കളിക്കുക. അത് കഴിഞ്ഞിട്ട് എങ്ങോട്ടേക്കാന്ന് വെച്ചാൽ പോകണമെങ്കിൽ അപ്പോഴാണ് ഈ യുണൈറ്റഡ്, ഇന്റർ മയാമി അതൊക്കെ വെറും ബ്രൂബറുകളായിട്ട് നിന്ന് ഇപ്പോൾ കാണാൻ പറ്റുള്ളൂ. അതാണ് വെസ് ബ്രൗണും പറയുന്നത്. ഒരു പക്ഷേ അദ്ദേഹം MLS അടുത്ത ട്രാൻസ്ഫർ വിൻഡോയിൽ മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പോർച്ചുഗലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതാണ് കൂടുതൽ സാധ്യതകൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.